യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹാലേലൂയ. രക്ഷകനെ അങ്ങ് വാഴ്ത്തുന്നു, അങ്ങ് വാഴ്ത്തുന്നു, അങ്ങ് വാഴ്ത്തുന്നു. നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിന് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിന്റെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കണ്ണിനെ കണ്ണിനീരിൽ നിന്നും കണ്ണിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച സർവ്വശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ദൈവം വാക്കുമാറാത്ത ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. ആ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ ജയത്തോടെ നടത്തിയ എല്ലാ ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുക. ഈ പൽക്കാലം ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ അതിന് ഒരു നാൾ കൈവിടുകയല്ലെന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയെത്തിരും. ആവശ്യമായ ആലോചനകൾ പറഞ്ഞു തന്ന് നമ്മെ മുന്നോട്ട് വഴി നടത്തുവാനായിട്ട് ഇടയെത്തിരും. നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും സ്ഥിരമാക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. അതുകൊണ്ട് ഉറപ്പോടും ധൈര്യത്തോടെ ഇരിക്കാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടി നമ്മുടെ ജീവിതത്തിലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. ആമേൻ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 39 അതിന്റെ 23 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെ സഫലമാക്കുക കൊണ്ട് അവന്റെ കൈ കീഴിലുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ പ്രവൃത്തികളെ സഫലമാക്കേണ്ടതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഇരിക്കും. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പ്രവർത്തികൾ ചിലപ്പോൾ പരാജയപ്പെട്ട് കാണുമായിരിക്കാം. നമ്മുടെ പ്രവർത്തികളിൽ ചിലപ്പോൾ പല നഷ്ടങ്ങൾ കടന്നു വന്ന് കാണുമായിരിക്കാം. നമ്മുടെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിയാത്ത മേഖലകൾ കടന്നു വന്ന് കാണുമായിരിക്കും. പക്ഷേ നമ്മുടെ കൂടെ സർവശക്തനായ ദൈവം ഇരുന്ന നാം ചെയ്യുന്നതൊക്കെയും സഫലമായി തീരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. അങ്ങനെ ഈ പകൽക്കാലം നമ്മുടെ പ്രവർത്തന മേഖലകളെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കേണ്ടതിനായിട്ട്, നാം ചെയ്യുന്നതൊക്കെ ഒരു സഫലമായി തീരേണ്ടതിനായിട്ട്, അതൊരു വിജയത്തിലേക്ക് എത്തേണ്ടതിനായിട്ട്, അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തേണ്ടതിനായിട്ട്, അതിന്റെ സമാപ്തിയിലേക്ക് എത്തേണ്ടതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. അതെ, നമ്മെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കേണ്ടതിനായിട്ട് ഒരു മനുഷ്യൻ നമ്മോട് കൂടെ ഇരിക്കുമെന്നല്ല വചനത്തിൽ കാണുവാൻ സാധിക്കും. നമ്മുടെ വ്യക്തമായി പറയുന്നു, യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുന്നു. അപ്പൊ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നാം ചെയ്യുന്നതൊക്കെ സഫലമായി തീരും. ഇന്ന് നമ്മെ നോക്കിക്കൊണ്ട്, നാം പരാജയപ്പെട്ട മേഖലയെ നോക്കിക്കൊണ്ട്, നാം സ്തോത്രം നിരാശപ്പെട്ട മേഖലയെ നോക്കിക്കൊണ്ട് പറയുക, എന്റെ ദൈവം എന്റെ കൂടെ ഇരിക്കും, ഞാൻ ചെയ്യുന്നതൊക്കെയും സഫലമാകുമെന്ന് പറയുക. സ്തോത്രം. അവന്റെ കൈക്കുള്ള ഏതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. സ്തോത്രം. ഈ 39 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ 4 പ്രാവശ്യം യഹോവ ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായി നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ജീവിതത്തിന്റെ ഈ 39 അധ്യായത്തിനകത്ത് തന്റെ ജീവിതത്തിനകത്ത് ഒരു പരീക്ഷാഘട്ടം കടന്നു വരുന്ന ഒരു അനുഭവമുണ്ട്. ആ ഒരു സാഹചര്യത്തിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ജോസഫിന്റെ കൂടെ ദൈവം ഇരുന്ന്. സ്തോത്രം. അങ്ങനെ ഈ പ്രിയ ദൈവ പൈതൃക ഈ പൽക്കാലം നമ്മുടെ മുമ്പിൽ പ്രലോഭനങ്ങൾ കടന്നു വരാം, പരീക്ഷാഘട്ടങ്ങൾ കടന്നു വരാം. അതിലേക്ക് തരണം ചെയ്യേണ്ടതിന് നമ്മുടെ ഒറ്റ ശക്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ബലം കൊണ്ട് കഴിയില്ല. ആ കർത്താവിന്റെ കൃപയ്ക്കായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്റെ ദൈവം എന്നോട് കൂടെ ഇരിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിച്ചു തുടക്കാം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, 2 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ യഹോവ ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. അപ്പൊ ഒരുവന്റെ കൂടെ ദൈവം ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നാം നടക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ കൃതാർത്ഥനായി തീരും. സ്തോത്ര. ഹല്ലേലൂയ. അതേ. സ്തോത്രം. മിസ്രൈമിനായ യജമാന്റെ വീട്ടിൽ പാർത്തു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ജോസഫിനെ വാങ്ങിച്ചുകൊണ്ട് പോകുകയാണ്. ഇസ്മായേലയുടെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കുന്ന അകമ്പടി നായകൻ അവന് വാങ്ങിക്കൊണ്ട്
കൊണ്ടുപോകുകയാണ്. അവിടെ ഒരു അടിമയാക്കി കൊണ്ടുപോകുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ആ അടിമത്വത്തെ മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ ജോസഫിന്റെ കൂടെ ഇരുന്നത്. യഹോവ ജോസഫിനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി തീർന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലെ, അവിടെ നമുക്ക് വ്യക്തമായി പേരിൽ പറഞ്ഞിരിക്കുന്നത് യഹോവ ജോസഫിന്റെ കൂടെ ഇരുന്നു. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം നമ്മെ നോക്കിയേ, നമ്മുടെ തലമുറകളുടെ പേരുകൾ അവിടെ കൊടുത്തിട്ട് പറയുക, ദൈവം എന്റെ മക്കളോട് കൂടെ, എന്റെ ജീവിത പങ്കാളിയോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി എന്ന് പറയുക. സ്തോത്ര. വചനത്തിന്റെ ശക്തി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരാം. വചനത്തിന്റെ റീമ നമ്മുടെ മേൽ നാം അത് പറയുവാനായിട്ട് ഇടയായി തീരുമ്പോ കൃതാർത്ഥനാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കര, കൃതാർത്ഥനായി തീരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ വ്യക്തമായി പറഞ്ഞു, യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. നിന്റെ കൂടെ ദൈവം ഇരുന്ന, നിന്റെ തലമുറയുടെ കൂടെ ദൈവം ഇരുന്ന, നിന്റെ കുടുംബജീവിതത്തിൽ ദൈവം കൂടെ ഉണ്ടായിരുന്ന, നീ കൃതാർത്ഥനായി തീരുവാനായിട്ട് ഇടയായിത്തീരും. മിസ്രൈമനായ യജമാനന്റെ വീട്ടിൽ പാർത്തു എന്ന് തിരുവചനത്തിൽ കാണുന്നു. രണ്ടാമത് അവിടെ കാണുവാൻ സാധിക്കുന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും യജമാനൻ കണ്ടു. രണ്ടാമത് കാണൂ, കൃതാർത്ഥനായവന്റെ കയ്യിൽ കൂടി ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ സാധിക്കുവാനായിട്ട് ഇടയായിത്തീരും. അത് യജമാനൻ കാണും. ഹല്ലേലൂയ. നിന്റെ കൈയുടെ കീഴിൽ ഒന്നും അസാധ്യമായി തീരുകയില്ല. ദൈവം നിന്റെ കൂടെ ഇരുന്ന പ്രിയ ദൈവമക്കളെ, നീ ചെയ്യുന്നതൊക്കെയും ഹല്ലേലൂയ അത് സാധിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഒന്നും നിഷ്ഫലമായി പോകത്തില്ല, ഒന്നും പരാജയപ്പെടാൻ കഴിയത്തില്ല, ഒന്നും തോൽവിയിലേക്ക് പോകാൻ ഇടയാക്കത്തില്ല. അതേ ജയിച്ച കർത്താവ് നിന്റെ കൂടെ ഇരിക്കുന്നത്. ആ ജയിച്ചവന്റെ ശക്തിയത്ര നിന്റെ മേൽ വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. യഹോവ ജോസഫിന്റെ കൂടെ ഇരുന്നത് കൊണ്ട് അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നു എന്ന് യജമാനൻ കണ്ടു. രണ്ടാമത് നടക്കുന്ന ഒരു പ്രത്യേകതയാണ്, എന്ത് ചെയ്യുന്നു, നീ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നു എന്ന് യജമാനൻ കാണുവാനായിട്ട് ഇടയായി തീരും. നീ ജോലി മേഖലയിൽ ചെയ്യുന്ന പ്രവൃത്തികൾ, കഴിഞ്ഞ നാളുകളിൽ ചിലപ്പോൾ നീ ചെയ്തതൊക്കെയും സ്തോത്ര അപപരാജയങ്ങൾ കടന്നു വന്ന് കാണുമായിരിക്കും. പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ ചെയ്യുന്നതൊക്കെ സാധിക്കാൻ പോകുക. ഹല്ലേലൂയ. കാരണം എന്താ? സർവശക്തനായ ദൈവം നിന്റെ കൂടെ ഈ പകൽക്കാലം ഇരിക്കാൻ പോകുക. സ്തോത്ര. നിന്റെ പരാജയത്തെ മാറ്റേണ്ടതിനായിട്ട്, നിന്നെ കൊണ്ട് സകലതിനെ സാധിപ്പിക്കേണ്ടതിനായിട്ട് സർവശക്തനായിരിക്കുന്ന ദൈവം നിന്റെ കൂടെ ഇരിക്കാൻ പോകുക. നീ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നു എന്ന് യജമാനൻ കാണുവാനായിട്ട് ഇടയായിത്തീരും. നീ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നുവെന്ന് ചിലർ കാണത്തക്ക രീതിയെ ദൈവപ്രവൃത്തിയെ നിന്നെ കൂടി സർവശക്തനായ ദൈവം ചെയ്തെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. അടുത്ത് കാണുവാൻ സാധിക്കുന്നു, അതുകൊണ്ട് ജോസഫ് അവനെ ഇഷ്ട ശുശ്രൂഷക ചെയ്തു. അവനെ ഗ്രഹവിചാരനാക്കി തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അടുത്ത് നടക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. അതെ, താൻ കൃതാർത്ഥനായി താൻ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ ഈ യജമാനൻ ചെയ്തൊരു കാര്യമുണ്ട്, അവന് ഇഷ്ടനായി മാറി. ഹല്ലേലൂയ. അതെ, അനിഷ്ടനായിട്ടെന്നല്ല അവിടെ കാണുവാൻ സാധിക്കുന്നത്. അവന് യജമാനന് ഇഷ്ടമുള്ളവൻ ഒരുവനായിട്ട് മാറുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരു അടിമയായിട്ട് അവിടെ ചെന്നുവെങ്കിലും പ്രിയ ദൈവ പൈതലെ, അവന് ഇഷ്ടം വരുത്തത്തക്ക രീതിയിൽ, ആ യജമാനന് ജോസഫിനോട് ഇഷ്ടം വരത്തക്ക രീതിയിൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് അവനെ കൃതാർത്ഥനാക്കി തീർത്തു. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുവാനായിട്ട് ഇടയെത്തുന്നു. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിനക്കിഷ്ടമില്ല എന്ന് പറഞ്ഞവർക്ക് നിന്നെ ഇഷ്ടമെന്ന് പറയത്തക്ക രീതി സർവശക്തനായ ദൈവം നിന്റെ കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ജോസഫ് അവനെ ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവനെ ഗ്രഹവിചാരനാക്കി തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിലേൽപ്പിച്ചു. ഹല്ലേലൂയ. അവൻ ചെയ്തൊക്കെ സാധിക്കുന്നെന്ന് കണ്ടപ്പോ ഒന്നിനെ അവൻ കൈ വച്ചിരുന്നില്ല. തനിക്കുള്ളതിനൊക്കെയും എന്ത് ചെയ്തു? ആ ജോസഫിന്റെ കരത്തിലേക്ക് കൊടുത്തു. ഈ പൽക്കലം ചില ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തനായിരിക്കുന്ന നിന്റെ മേൽ എന്റെ സ്വർഗത്തിലെ ദൈവം മുഖാന്തരമായിട്ട് നിന്നെ ഫലമേൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും.
നീ ചിലർക്ക് ഇഷ്ടമുള്ളവനായി തീരും. ഹല്ലേലൂയ. നിന്റെ ജോലി മേഖലയിൽ നീ ഇഷ്ടമുള്ളവനാ, മറ്റുള്ളവർക്ക് ഇഷ്ടമായി തീരാൻ പോകുക. നിന്റെ ഭവനത്തിനകത്ത് നീ പലർക്കും ഇഷ്ടമുള്ളവനായി തീരാൻ പോകുക. ആ ഒരു അനുഭവത്തിലേക്ക് കയറുമ്പോ അതെ, നിന്റെ കയ്യിൽ പലതും പരമേൽപ്പിക്കുവാനായിട്ട് ഇടയത്തിരും. നിന്നെ വിചാരകനാക്കി ദൈവം മാറ്റുവാനായിട്ട് ഇടയത്തിരും. ഒരു അടിമയായി പോയ ജോസഫിനെ ആ ഭവനത്തിന്റെ വിചാരകനാക്കി ദൈവം തമ്മിൽ ചേഞ്ച് ചെയ്യിപ്പിക്കുവാനായിട്ട് ഇടയത്തുള്ളൂ. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ചില അടിമത്വങ്ങളെ മാറ്റുന്ന ദൈവത്തിന്റെ കരം നിന്റെ കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവൻ തന്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരനാക്കിയത് മുഖാന്തരം യഹോവ ജോസഫിന്റെ നിമിത്തം മിസ്രൈമിന്റെ വീടിനെ അനുഗ്രഹിച്ചു. വീട്ടിലും വയലിലുമുള്ള സകലത്തിലും എനിക്ക് യഹോവയുടെ അനുഗ്രഹം ഉണ്ടായി. അതേ സ്തോത്രം. നീ മുഖാന്തരം നീ കടന്നു പോകുന്ന ചില ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഇതാ നിന്റെ കൂടെ ദൈവം ഇരുന്നാലുള്ള പ്രത്യേകത. ഈ പകൽക്കാലം ഒന്ന് ചിന്തിക്കാമോ? കർത്താവിനോട് പ്രാർത്ഥിക്കാമോ? അപ്പൊ അങ്ങ് എന്റെ കൂടെ ഇരിക്കണം. ഞാൻ ജോലിക്ക് കടന്നു പോകുമ്പോൾ എന്റെ കൂടെ ഇരിക്കണം. എന്റെ ഭവനത്തിലിരിക്കുമ്പോൾ എന്റെ കൂടെ ഇരിക്കണം. എനിക്കൊരു ജയത്തോടെ വരണം. എന്നെ പലരും ഇഷ്ടപ്പെടാനായിട്ട് രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഞാൻ ആയിരിക്കുന്നിടത്ത് പലർക്കും ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് ദൈവസനെ പ്രാർത്ഥിച്ചു തുടങ്ങാമോ? സ്തോത്ര. ഹല്ലേലൂയ. അടുത്ത് നമുക്ക് അതിന്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോ വായിച്ച ഭാഗത്ത് സാധിക്കുന്നുണ്ട്. അവനെ കാരാഗ്രഹത്തിലേക്ക് ആക്കുവാനായിട്ട് ഇടയായി തീർന്നു. 21 വാക്യത്തിൽ, എന്നാൽ യഹോവ ജോസഫിനോട് കൂടെ ഇരുന്ന് കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. പ്രിയതേ മക്കളെ, അടുത്തൊന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതെ, ഇവിടെ ഫറവോന്റെ പോത്തിഫറിന്റെ ഭവനത്തിനകത്ത് എത്തിച്ചത് അവൻ ഇഷ്ടനായി തീർന്നുവെങ്കിൽ കാരാഗ്രഹത്തിനകത്ത് അവനോട് ദയ തോന്നത്തക്ക രീതി കാരാഗ്രഹ പ്രമാണിക്ക് ദൈവത്തിന്റെ കൃപ കൊടുത്തു. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. ദൈവം നിന്റെ കൂടെ ഇരുന്ന നിന്റെ ജീവിതം മാറുവാനായിട്ട് ഇടയത്തിരും. ഏത് കാരാഗ്രഹത്തിൽ കടന്നു പോയാലും, ഏത് അടിമത്തത്തിൽ കടന്നു പോയാലും, അവിടെ ചെല്ലുമ്പോ നിന്റെ പൊസിഷനുകളെ ദൈവം മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. നിന്റെ ലേബലുകളെ ദൈവം മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. ഒരിക്കലും കാരാഗ്രഹ പ്രമാണി ഈ മനുഷ്യനോട് ദയ കാണിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമുക്കിവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു, കാരാഗ്രഹ പ്രമാണി അവനോട് ദയ കാണിക്കത്തക്ക രീതി ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ വെളിപ്പെട്ടു. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നോട് ചില ദയ കാണിക്കുന്ന പകൽക്കാലം അത്രേ. ഒരു ദയയോട് എന്നോട് ഇടപെട്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നില്ലേ? ഈ പകൽക്കാലം ഈ കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് കടന്നു പോ. ഈ കർത്താവിന്റെ കൂടെ നീ നടക്കാൻ തയ്യാറാക്ക്. നിന്നോട് ചില ദയ കാണിക്കത്തക്ക രീതി ദൈവം ചിലരുടെ കൃപ കൊടുക്കുവാനായിട്ട്, ചിലരുടെ സ്വഭാവത്തെ ദൈവം ചേഞ്ച് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ കാണുവാൻ സാധിക്കുന്നു, യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെ സഫലമാക്കൊണ്ട് അവന്റെ കൈക്കീലുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. അവരുടെ പ്രവൃത്തികളെയൊക്കെ അവൻ വിചാരണയിൽ തീർന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഒരു തടവുകാരനായി പോയ ജോസഫിന്റെ ജീവിതത്തിനകത്ത് ഒരു വിചാരകനായി മാറ്റുന്നൊരു അനുഭവം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, ഒരു അടിമയായി പോയതായ ജോസഫിന്റെ ജീവിതത്തെ ഒരു വിചാരകനാക്കി മാറ്റിയതായ ദൈവം. അതെ, സ്തോത്രം. ഒരു തടവ് പുള്ളിയായി കടന്നുപോയ ജോസഫിന്റെ ജീവിതത്തെ ഒരു വിചാരകനാക്കി മാറ്റി. നീ കടന്നു പോകുന്ന ഒരു അടിമയായിട്ടായിരിക്കാം, ഒരു ഒരു തടവിലാക്കാനായിരിക്കും നീ കടന്നു പോകുന്നത്. പക്ഷേ നിന്റെ ലേബനെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. എന്റെ ദൈവം നിന്റെ കൂടെ ഇരുന്ന നിന്റെ പേരുകൾ മാറുവാനായിട്ടിടയത്തിനും, നീ സാധാരണക്കാരിൽ നിന്ന് അസാധാരണക്കാരനായി മാറുവാനായിട്ടിടയത്തിനും സർവശക്തനായ ദൈവത്തിന്റെ കര നിന്റെ കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം വിശ്വസിക്കുക, ദൈവം നിന്റെ കൂടെ ഇരുന്നാ നിന്നെ കൊണ്ട് ചിലതൊക്കെ ചെയ്യുവാനായിട്ട് കഴിയും. നീ പലർക്കും ഒരു അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയത്തിനും, നീ പലർക്കും ഒരു ഇഷ്ടമായി തീരുവാനായിട്ട് ഇടയത്തിനും, പലരും നിന്നോട് ദയ കാണിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഒരു അടിമയായിരുന്നവരെ വിചാരനാക്കി അവനുള്ളതൊക്കെയും ഹല്ലേലൂയ സ്തോത്രം അവനെ ഏൽപ്പിച്ചു എന്നാ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്.
അങ്ങനെ ഈ പകൽക്കാലം വിശ്വാസത്തോടു കൂടെ കർത്താവിന്റെ സനയിലായിരിക്കാമോ? നിന്നെ ദൈവം ചിലത് പരമേൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. എന്റെ ദൈവം നിന്റെ കൂടെ ഇരുന്ന നിന്റെ മുമ്പിൽ ഒന്നും അസാധ്യമായി തീരുകയില്ല. നീ സകലത്തിലും ഹല്ലേലൂയ ഒരു പൂർണ്ണതയുള്ളവനായിത്തീരും. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോ 7-ാം അധ്യായം അതിന്റെ 9-10 വാക്യം ഇപ്രകാരം വായിക്കുന്നു. ഗോത്രപിതാക്കന്മാർ ജോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. അപ്പൊ ഈ ഇസ്രായേലിയർക്ക് വിറ്റ് കളഞ്ഞത് എന്താ? മിസ്രൈമിലേക്ക് വിറ്റ് കളഞ്ഞത് എന്തിനാ? അസൂയപ്പുണ്ട്. അവന് കൊടുത്ത സ്വപ്നം എന്താകും? ഹല്ലേലൂയ. ആ ഒരു സ്വപ്നത്തിലേക്ക് കയറി കഴിഞ്ഞാൽ സഹോദരങ്ങളും പിതാവുക്കത്തെന്ന് കാലിച്ചെന്ന് നമസ്കരിക്കേണ്ടി വരും. ഇതുകൊണ്ട് അസൂയ. ഒരുവിനേക്കാൾ ഒരിക്കലും ഉന്നതത്തിലെത്തണമെന്ന് ആരും ആഗ്രഹിക്കത്തില്ല. അങ്ങനെ ഒരു ദൂത് കേട്ട, അങ്ങനെ ഒരു ദൈവശബ്ദം കേട്ട അവിടെ വെളിപ്പെടുന്ന ഒന്നാണ് അസൂയ. ഹല്ലേലൂയ. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോ ചിലരുടെ അസൂയ നിമിത്തം നീ ചിലപ്പോ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടേണ്ടി വന്നു കാണുമായിരിക്കാം. ചില തടവറയിൽ നീ കിടക്കേണ്ടി വന്നു കാണുമായിരിക്കാം. നിനക്ക് ലഭിക്കേണ്ട ചില നന്മകൾ മുടങ്ങിപ്പോയി കാണുമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മാ വിളിച്ചു പറയട്ടെ, അസൂയ മുഖാന്തരം നിനക്ക് നഷ്ടപ്പെട്ടതിനെ എന്റെ ദൈവം തമ്പുരാൻ നിന്നെ നശിപ്പിക്കുവാൻ നോക്കിയവരുടെ നടുവിൽ നിന്റെ മേൽ കിടക്കുന്ന ദൈവീക വാഗ്ദത്തത്തിലേക്ക് കയറ്റുവാനായിട്ടിടയത്തിനും ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അസൂയ നിമിത്തമാ. ഹല്ലേലൂയ. അസൂയ കൊണ്ട് അവനെ മിസ്രൈമിലേക്ക് വിട്ടുകളഞ്ഞു. ഈ അസൂയ കൊണ്ട് ഹല്ലേലൂയ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു. അവിടെ ഒരു അസൂയ കടന്നു വന്നാണ് അവനെ കൊന്നു കളയുവാനായിട്ടിടയായി തീർന്നത്. അങ്ങനെ ഈ പ്രിയ ദൈവമക്കൾ, ഈ അസൂയയാണ് പല വിപത്തുകളിലേക്ക് സ്തോത്രം ജനത്തെ കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഈ അസൂയയുടെ ഒരു സ്പിരിറ്റിന്ന് കളിക്കുമ്പോ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേഖലയ്ക്ക് അകത്തുനിന്ന് ദൈവം തമ്മിൽ അതിനെ പൊട്ടിച്ചു മാറ്റുകയാ. ഹല്ലേലൂയ. നാം ചിന്തിക്കുന്ന പോലെയല്ല. ഈ ഒരു അസൂയ കയറി കഴിയുമ്പോ അവർ എന്തും ചെയ്യാനായിട്ട് ഒരുങ്ങും. അല്ലെങ്കിൽ ആരെ നശിപ്പിച്ചു കളയുവാൻ, എന്നേക്കാൾ അവർ ഉന്നതത്തിലേക്ക് എത്തരുത് എന്നുള്ള ഒരു അനുഭവം. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയതേ മക്കൾ, ഈ രാത്രിക്കാലം പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, അസൂയ നിമിത്തം അവനെ മിസ്രൈമ്യർക്ക് വിട്ടുകളഞ്ഞു. പക്ഷേ എന്റെ സർവശക്തനായി ദൈവം അവനെ വിട്ടുകളഞ്ഞില്ല. അവിടെ കാണുന്നു, എന്നാൽ ദൈവം അവനോട് കൂടി ഇരുന്ന് അവന്റെ സകല സങ്കടങ്ങളിൽ നിന്ന് വിടുവിച്ചു. പ്രിയതേ മക്കളെ, ആ ഒരു ടൈമിലൊക്കെ കൂടെ നിർത്തേണ്ടവർ തള്ളിക്കളഞ്ഞപ്പോഴും ജോസഫിന് ഒത്തിരി സങ്കടങ്ങൾ വന്ന് കാണുമായിരിക്കാം. തങ്ങളുടെ സങ്കടത്തെ ആരോടും പറയാനായിട്ടില്ലായിരിക്കും. നിന്നെ ചേർത്ത് നിർത്തേണ്ടവർ, നിന്നെ കൈപിടിച്ച് നടത്തേണ്ടവരൊക്കെയും നിന്നെ പലവിധ ആപത്തിലേക്ക് തള്ളിയിടുമ്പോ ഉണ്ടാകുന്ന ഒരു വേദന നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. പക്ഷേ ആ സങ്കട കനലിലേക്ക് എന്റെ സർവശക്തനായ ദൈവം ജോസഫിന്റെ കൂടെയിരുന്നു. അപ്പൻ കൂടെയില്ല, മറ്റു സഹോദരങ്ങൾ കൂടെയില്ല, അമ്മ കൂടെയില്ല. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ആ സങ്കടത്തിന്റെ നടുവിലും സർവശക്തനായ ദൈവം കൂടെയിരുന്നു. ഇന്ന് ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ സങ്കടത്തിന്റെ നടുവിൽ ആരും നിന്റെ കൂടെ ഇല്ലായിരിക്കാം. നിന്റെ സങ്കടത്തിന്റെ ആഴം മനസ്സിലാക്കുവാൻ ആരുമില്ലായിരിക്കും. പക്ഷേ നിന്റെ സകല സങ്കടങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നിന്റെ കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ കാണുവാൻ സാധിക്കുന്നു, അവനെ സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. ഹല്ലേലൂയ. ഈ പൽക്കാലം നിന്റെ ഉള്ളിനകത്ത് കിടക്കുന്ന ചില സങ്കടങ്ങളുടെ നടുവിൽ നിന്ന് എന്റെ സർവശക്തനായ ദൈവം നിന്നെ പകൽക്കാലം വിടുവിക്കും. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിനകത്ത് നീ അനുഭവിക്കുന്ന ചില സങ്കടങ്ങളില്ലേ, നിന്റെ കുടുംബത്തിനകത്ത് നീ അനുഭവിക്കുന്ന ചില സങ്കടങ്ങളില്ലേ, നിന്റെ ജോലി മേഖലയ്ക്കകത്ത് നീ അനുഭവിക്കുന്ന ചില സങ്കടങ്ങളില്ലേ, ആ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ സർവശക്തനായ ദൈവം നിന്റെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കാണുന്നു, മിസ്രൈം രാജാവായി ഫറവോന്റെ മുഖാബെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. ഹല്ലേലൂയ. അതേ ചിലരുടെ മുമ്പാകെ ദൈവം എന്ത് ചെയ്യുന്നു? ഇവനെ കൃതാർത്ഥനാകേണ്ടതിനായിട്ട്, ഇവൻ സമർത്ഥനായി തീരേണ്ടതിനായിട്ട്, ഇവന്റെ കൈയുടെ പ്രവർത്തികൾ സാധിക്കേണ്ടതിനായിട്ട് ദൈവം അവനെന്ത് കൊടുത്തു? കൃപയും ജ്ഞാനവും കൊടുത്തു. ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ, നമ്മളെ കൊണ്ട് ചിലരുടെ മുമ്പിൽ നിന്ന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലായിരിക്കാം. പക്ഷേ
ദൈവത്തിന്റെ കൃപയും ജ്ഞാനവും നിന്റെ മേൽ വെളിപ്പെട്ട. ഹല്ലേലൂയ. അതേ സകലത്തിന്റെ ജ്ഞാനത്തിന്റെ ഉറവിടമായിരിക്കുന്ന കർത്താവ്, സകലത്തിന്റെയും സ്തോത്ര കൃപ വ്യാപരിക്കുന്ന കർത്താവിന്റെ കൃപ നിന്റെ മേൽ വ്യാപരിക്കുവാനായിട്ടിടയെ തീർന്ന നിന്റെ മുമ്പാകെ ഒന്നും അസാധ്യമായി നിൽക്കത്തില്ല. സ്തോത്രം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തര ഞാൻ സകലത്തിലും മതിയെത്തിലും. ഈ കൃപയാ, ഈ ജ്ഞാനമാ ജോസഫിന്റെ കൂടെ ഇരുന്നപ്പോ അവന്റെ കൈയുടെ പ്രവൃത്തികൾ സാധിക്കുവാനായിട്ടിടയെ തീർന്നത്. അവൻ കൃതാർത്ഥനായി തീരുവാനായിട്ടിടയെ തീർന്നത്. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നെന്ന് യജമാനൻ കാണുവാനായിട്ടിടയെ തീർന്ന യജമാനനോട് അതുവരെയും ആരോടും തോന്നാത്തൊരു ഇഷ്ടം അവന്റെ മേൽ ഉണ്ടായിക്കൊണ്ട് ആ ഭവനത്തിന്റെ വിചാരനാക്കി മാറ്റുവാനായിട്ടിടയെ തീർന്ന്. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിന്നോട് ചിലർക്ക് ഇഷ്ടം തോന്നത്തക്ക രീതിയെ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ജ്ഞാനത്തെയും ദൈവം നിന്റെ മേൽ പകരാൻ പോകിയ. സ്തോത്രം. ഇതുവരെ ആരുടെ മേൽ പകരപ്പെടാത്ത ഒന്ന്. ഹല്ലേലൂയ. ഇതുവരെ ആർക്കും കൈമാറ്റം ചെയ്യപ്പെടാത്ത ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ജ്ഞാനം, നിന്റെ ബുദ്ധി കൊണ്ട് ചെയ്യാൻ കഴിയാത്തത്, നിന്റെ വിദ്യാഭ്യാസം കൊണ്ട് ചെയ്യാൻ കഴിയാത്തത്, നിന്റെ മുന്നേ എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് നിന്നെ കൊണ്ട് സാധിപ്പിക്കേണ്ടതിനെ ദൈവത്തിന്റെ പദ്ധതിയാ. നിന്നെ ചിലരുടെ ഉള്ളിനകത്ത് ഒരു ഇഷ്ടമാക്കി നിന്നെ തീർക്കണം എന്നത്. അങ്ങനെ ആയിരിക്കുമ്പോ നിന്റെ മേൽ എന്താണ് പകർന്ന് തരേണ്ടത്, അത് സ്വർഗത്തിലെ ദൈവം നിന്റെ മേൽ പകരുവാനായിട്ടിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ അടുത്ത് കാണുവാൻ സാധിക്കുന്നു, അവനെ മിസ്രൈമിനും തന്റെ സർവഗ്രഹത്തിനും അധിപതിയാക്കി വച്ചു. ഹല്ലേലൂയ. കാരണം എന്താ? സ്തോത്രം. ജോസഫ് എല്ലായിടത്തും ജയിച്ചു കയറുവാനായിട്ടിടയായി തീർന്നു. ഇതിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറഞ്ഞത് യഹോവയായ ദൈവം ജോസഫിന്റെ കൂടെ ഇരിക്കുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവം നിന്റെ കൂടെ ഇരുന്ന നിന്റെ ചരിത്രം മാറുവാനായിട്ടിടയത്തിലും, ദൈവം നിന്റെ കൂടെ ഇരുന്ന സ്തോത്ര നിന്റെ അവസ്ഥകൾ മാറുവാനായിട്ടിടയായി തീരും. സ്തോത്ര. അതേ സ്തോത്രം. അല്ലല്ലോ, നമ്മുടെ കൊണ്ട് ഒന്നും ചെയ്യാൻ ചിലപ്പോൾ കഴിയത്തില്ലായിരിക്കാം. പക്ഷേ ദൈവം നിന്റെ കൂടെ ഇരുന്ന് നിന്നെ കൊണ്ട് ചിലതിനെ സഫലീകരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതേ സ്തോത്രം. ചില അടിമത്തത്തിന്റെ അനുഭവത്തിൽ നിന്ന് നിന്നെ സ്തോത്രം മേൽവിചാരനാക്കുന്ന ദൈവത്തിന്റെ കരം. അതേ കാരഗ്രഹ പ്രമാണിയുടെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യുന്നു? ജോസഫിനോട് ദയ തോന്നത്തക്ക രീതി ദൈവത്തിന്റെ കൃപയെ അവിടെ വെളിപ്പെടുത്തി കൊടുത്തു വയ്ക്കേ. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ചില ലേബലുകളെ ദൈവം മാറ്റും. ദൈവം നിന്നോട് കൂടെ ഇരുന്ന. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ടിടയത്തിരും. ജോസഫിന്റെ ജീവിതത്തെ ദൈവം മാനിക്കുവാനായിട്ട് ഇടയായി തീർന്നു വയ്ക്കേ. മിസ്രൈമിലെ അധിപതിയാക്കി ദൈവം മാറ്റി രണ്ടാമനാക്കി ദൈവ സ്ഥാനക്കയറ്റിക്കൊടുത്ത് മാനിക്കുവാനായിട്ട് ഇടയായി തീർന്നു വയ്ക്കേ. ഇന്നത്തെ നിന്റെ താഴ്ച, ഇന്നത്തെ നിന്റെ പരാജയത്തെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. സ്തോത്ര. അങ്ങനെ ഈ പൽക്കാലം വിശ്വസിക്ക, ദൈവം നിന്റെ കൂടെ ഇരുന്ന് നീ ചെയ്യുന്നതൊക്കെയും ദൈവം സഫലമാക്കും. നിന്റെ മുമ്പിൽ ഒന്നും പരാജയമെന്ന് പറയാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്കൊന്നും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം കൃപ വെളിപ്പെടുന്നത് ദൈവത്തിൽ നിന്നത്രേ. സ്തോത്രം. ജ്ഞാനം പകരുന്നത് ദൈവത്തിന്റെ ജ്ഞാനത്തിനല്ലത്രേ. യഹോവയായ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ ജ്ഞാനത്തെ ഈ ലോകത്തെ സൃഷ്ടിച്ചു വെക്ക്. ആ ദൈവത്തിന്റെ ജ്ഞാനം നിന്റെ മേൽ ഈ പകൽക്കാലം പകരപ്പെടും. നിന്റെ പരാജയത്തെ മാറ്റേണ്ടതിനായിട്ട്, നിന്റെ തോൽവികളെ മാറ്റേണ്ടതിനായിട്ട്, നിന്റെ ജീവിതത്തിന്റെ ഹല്ലേലൂയ ചില വേദനിക്കുന്ന അനുഭവങ്ങളെ മാറ്റേണ്ടതിനായിട്ട് സർവശക്തനായ ദൈവം നിന്റെ കൂടെ ഇരിക്കും. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ദൈവത്തിന്റെ കൃപ ചലിക്കും. പക്ഷെ ഇവിടെ ചെയ്ത ഒറ്റ കാര്യമുണ്ട്. ജോസഫ് ദൈവത്തോട് കൂടെ നടക്കേണ്ടതിനായിട്ട്, ദൈവം ജോസഫിന്റെ കൂടെ ഇരിക്കേണ്ടതിനായിട്ട് ജോസഫ് പാപം വിട്ടൊഴിഞ്ഞ് ജീവിച്ചു. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, ദൈവം നമ്മുടെ കൂടെ ഇരുന്ന നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ മാറും. പക്ഷേ ദൈവം നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന പ്രലോഭനങ്ങളെ നാം ജയിക്കുവാനായിട്ടിടയത്തണം. ചിലതിനോട് നോ പറയുവാൻ ഞാൻ നിങ്ങൾ തയ്യാറാക്കണം. അങ്ങനെ ഈ പൽക്കാലം പറയട്ടെ, നിങ്ങളുടെ പ്രവൃത്തികളെ സഫലമാക്കുന്നതിന് വേണ്ടി സർവശക്തനായ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. ഈ പകൽക്കാലം നിങ്ങളുടെ പ്രവൃത്തികൾ സഫലമായി തീരും. നിങ്ങൾ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രവിക്കുന്ന ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു.
സർവശക്തനായ ദൈവം ഇവരെ കൂടെ ഇരിക്കണം. ഇവരുടെ കൈകൾ പ്രവൃത്തികൾ സാധ്യമായി തീരട്ടെ കർത്താവേ. ഇവർ കൃതാർത്ഥരായി തീരട്ടെ കർത്താവേ. ഇവർ പലർക്കും ഇഷ്ടമുള്ളവരായി തീരട്ടെ കർത്താവേ. സ്തോത്രം. ഇവരുടെ പ്രവർത്തികളൊക്കെ സഫലമാക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. കഴിഞ്ഞ നാളുകളെ കർത്താവെ സഫലമാകാതെ പോയ പ്രവർത്തികളൊക്കെ ദൈവം കൂടെ ഇരുന്ന് ചിലതിനെ സഫലമാക്കി കൊടുക്കണം. ഇവര് ജയിച്ച് കയറട്ടെ. എന്റെ സർവശക്തനായ ദൈവം കൂടെ ഇരിക്കട്ടെ. ചില ദൈവ പ്രവർത്തികൾ ഇവരെ കൂടി ദൈവം ചെയ്തെടുക്കണമേ. എന്റെ കർത്താവിന്റെ കൃപയും ജ്ഞാനത്തെയും തന്റെ ജനത്തിന്റെ മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നുപ്പാ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ കർത്താവേ. അസൂയകൾ മുഖാന്തരമായിട്ട് ഇവരുടെ ജീവിതത്തിൽ കടന്നു വന്ന വേദനകൾ മാറട്ടെ. നഷ്ടപ്പെട്ടതുണ്ട് കർത്താവേ, അതൊക്കെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കൃപയും ജ്ഞാനത്തെ പകർന്നു കൊടുത്തുകൊണ്ട് മാനിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ പലർക്കും ഒരു അനുഗ്രഹവും അത്ഭുതമായി തീരട്ടെ കർത്താവേ. അവന്റെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.